മുടി കൊഴിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു കാച്ചെണ്ണ തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ കറിവേപ്പില, മൈലാഞ്ചിയില, കീഴാർ നെല്ലി, കറ്റാർവാഴ, നെല്ലിക്ക, കൈതോന്നി ഇത്രയും ശേഖരിച്ചിട്ടുണ്ട്. എല്ലാം നമ്മുടെ വീട്ടു പരിസരത്ത് നിന്ന് ശേഖരിച്ചതാണ്. ഇതെല്ലാം കൂടി നന്നായി കഴുകി ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ഒരു തുണിയിൽ ഇതിനെ നന്നായി അരിച്ചെടുക്കാം. അരിച്ച് ആ പച്ചിലകളുടെ ജ്യൂസ് എല്ലാം നമുക്കിങ്ങ് ഊറ്റിയെടുക്കണം. അതിന് വേണ്ടിയാണ് ഒരു തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 1/2 കിലോ വെളിച്ചെണ്ണയും 100 ഗ്രാം നല്ലെണ്ണയും 100 ഗ്രാം ആവണക്കെണ്ണയുമാണ് ഇതിന് വേണ്ടി ചേർക്കുന്നത്. ഒരു പാത്രം അടുപ്പത്ത് വച്ച് ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് മൈലാഞ്ചിയില ഇട്ടത് കൊണ്ട് ഇതുപോലെ നിറം മാറും. നമ്മുടെ വെളിച്ചെണ്ണ ഞാൻ മില്ലിൽ നിന്ന് പോയി തലയിൽ തേക്കാനുള്ളത് കൊണ്ട് മില്ലിൽ നിന്ന് പോയി വാങ്ങിച്ചതാണ്. 1/2 കിലോ വെളിച്ചെണ്ണ. ആവണക്കെണ്ണ മുടിക്ക് നല്ലതാണ്, അറിയാമല്ലോ, മുടി വളർച്ചയ്ക്ക്. അപ്പോൾ ആവണക്കെണ്ണ കൂടുതൽ ഒഴിച്ചാൽ മുടി ഒട്ടിപ്പിടിക്കും. 100 ഗ്രാമിൽ കൂടരുത് ഒരു കാരണവശാലും. പിന്നെ 100 ഗ്രാം നല്ലെണ്ണ. ഇത്രയുമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യം ഈ പച്ചിലകളുടെ ജ്യൂസ് ഒഴിച്ച് ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ വേണം ഈ 3 എണ്ണകളും ഒഴിച്ചു കൊടുക്കാൻ. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അവസാനം നമ്മുടെ എണ്ണ മാത്രമായി അവശേഷിക്കണം. നമ്മൾ ചേർത്ത പച്ചിലകളുടെ ജ്യൂസ് മുഴുക്കെ അതിൻ്റെ ഗുണം മുഴുവൻ എണ്ണയിൽ പിടിച്ച് അവസാനം അതിൻ്റെ മട്ടി മാത്രം അടിയിൽ അവസാനിക്കുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കറ്റാർവാഴയുടെയൊക്കെ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായി ഇളക്കണം. ഒരു 1.5 മണിക്കൂർ ഇതിന് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് കാച്ചെണ്ണ പ്രിപ്പയർഡ് ആകുന്നത് വരെ ഒരു 1.5 മണിക്കൂർ ഇതിന് ആവശ്യമാണ്, ഞാൻ പറഞ്ഞ അളവിലുള്ള എണ്ണ തയ്യാറാക്കുന്നതിന്. ഇത് നമ്മുടെ എണ്ണ കുറുകി വരുന്നുണ്ട്. ഇപ്പോഴൊന്നും ഓഫ് ചെയ്ത് കളയരുത്. നമ്മുടെ എണ്ണ മാത്രം അവശേഷിക്കണം. എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ എണ്ണ കേടാകാതെ ഇരിക്കും. അതിനു വേണ്ടി അവസാനം നമ്മൾ ചേർത്ത ചേരുവകളുടെ മട്ടി മാത്രമേ അവശേഷിക്കാവൂ. നമ്മൾ എത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ടോ അത്രയും എണ്ണ മാത്രമേ നമുക്ക് അവസാനം തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായി ഇളക്കുന്നു. ആവണക്കെണ്ണ ഉള്ളത് കൊണ്ടാണ് ഈ പതഞ്ഞ് വരുന്നത്. ഇതാണ് എണ്ണ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. മുടി കൊഴിച്ചലിന് പറ്റിയ എണ്ണയാണ്. ആവശ്യമുള്ളവർ ഉപയോഗിച്ച് നോക്കണേ. ഉപയോഗിച്ച് നോക്കുന്നവർ റിസൾട്ട് അറിയിക്കണേ കമൻറ്റിലൂടെ. നമ്മുടെ എണ്ണ ഏകദേശം പാകമായി കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാറായി. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ കരിഞ്ഞു പോകും. അപ്പോൾ അതിൽ നിന്ന് ആവി പറക്കുന്നുണ്ട്. നമ്മുടെ എണ്ണ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ചേർത്ത പച്ചിലകളെല്ലാം മട്ടിയായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഗുണങ്ങളെല്ലാം എണ്ണയിലിപ്പോൾ പിടിച്ചു കഴിഞ്ഞു. ഇനി തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. നീലയമരി ഉള്ളവർക്ക് അതും കൂടി ചേർക്കാം.